സോ ക്രിയേറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്സെല്ലാബ് എന്നുള്ള ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷനിൽ നമുക്കറിയാവുന്ന ഒരു ടൂളുണ്ട്. ഞാനിവിടെ പ്ലസ് എന്ന ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ഷേപ്പ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓപ്ഷൻ, അതായത് താഴ്ഭാഗത്തോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇറേസ് കളർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് എഫക്റ്റീവായിട്ട് എങ്ങനെ പിക്സൽ ലാബിൽ യൂസ് ചെയ്യാം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയൊരു കാര്യമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിവിടെ എനബിൾ ആയി കൊടുത്താൽ നമ്മൾ നേരത്തെ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ചതുരം, അതായത് ആ ഒരു റെക്ടാങ്കിൾ ഇപ്പം മാഞ്ഞു പോയിട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഒരു ടൂളിൻ്റെ എഫക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ടൂൾ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കാം. അപ്പോൾ ഈ ഒരു ടൂളിൻ്റെ പേര് തന്നെ ഇറേസ് കളർ എന്നാണ്. അപ്പോൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കളർ എന്തായാലും ഇറേസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് കഴിയും. ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഗാലറിയിലേക്ക് പോയതിന് ശേഷം ഒരു ഇമേജ് ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജാണ് ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്, അതായത് ഒരു ടോം ആൻഡ് ജെറിൻ്റെ ഇമേജ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേണ്ട പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെയർ അഥവാ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ലെയറിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു ടൂൾ എടുക്കാം, ഇറേസ് കളർ. അതിനുശേഷം അതൊന്ന് എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണും. ആ വൈറ്റ് കളർ ഈ ഒരു ടൂൾ ഓൾറെഡി ഡിറ്റക്റ്റ് ചെയ്തിട്ട് ആ ഒരു കളറിനെ ഇറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ട വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു ഭാഗത്തിനെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഇമേജ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏകദേശം സ്ക്രീനിൽ ഫിക്സ് ആക്കാം. ഇനി നമ്മൾ വേണ്ട വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇമേജിൻ്റെ ചില കളറൊക്കെ ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ ഔട്ട്ലൈൻ മാത്രം ഉള്ള വിധത്തിൽ ഈ ഒരു ഇമേജിന് നമുക്ക് മാറ്റാം. അതായത് ഈ ഒരു ഇമേജിൻ്റെ കളറ് പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കി കളയാം. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ടൂളിലേക്ക് നമുക്ക് പോകാം, ഇറേസ് കളറിലേക്ക്. ഇനി നമ്മൾ വേണ്ട വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൂൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതൊന്ന് എനബിൾ ചെയ്തിടണം. അതിനുശേഷം നമുക്കിവിടെ 1 എഴുതിയിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് ഏത് ലെയറാണ്, ഏത് കളർ ലെയറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ ഒരു കളറിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും 1 ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ വൈറ്റ് കളറിലാണ് ഇത് ഡിഫോൾട്ടായിട്ടുള്ളത്, അതുകൊണ്ട് 1 എന്നുള്ളത് ഒരു വൈറ്റ് കളറിലാണ് ഉള്ളത്. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ വലത്ത് ഭാഗത്തോട്ടൊക്കെ ആയിട്ട് നമുക്ക് വേറൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി കഴിയും. ഒരു ഫില്ലറിൻ്റെ ഒരു രൂപത്തിലുള്ള ഒരു ഓപ്ഷനാണിത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് കളറാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി കഴിയും. അതിൻ്റെ താഴ്ഭാഗത്തോട്ടൊക്കെ ആയിട്ട് ഒരു പ്ലസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് ലെയറുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് കളർ ലെയർ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ മൈനസ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതായത് നമുക്ക് കളറിൻ്റെ ലെയറിനെ ഡിലീറ്റ് ചെയ്യാം അഥവാ അതിനെ ബാക്ക്വാർഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ടൂൾ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് ടൂളും റൈറ്റ് ടൂളും ഉണ്ട്. ഇതിൻ്റെയൊക്കെ യൂസേജ് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. അതുപോലെ തന്നെ ടോളറൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ടോളറൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇമേജസിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത് അതിൻ്റെ കളർ അഡ്ജസ്റ്റ് ആകുന്നുണ്ട്. നമുക്ക് ഏകദേശം നേരത്തെ കളഞ്ഞ, അതായത് വൈറ്റിലാണ് ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ ഈ ഒരു ടൂൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ടോളറൻസ് തീരെ ഇല്ലാണ്ട്, അതായത് ഈ ഒരു വിധത്തിലാക്കേണ്ട ആവശ്യമില്ല, ഏകദേശം ഈ ഒരു ഭാഗത്തോട്ടേക്ക് ആക്കാം. അങ്ങനെ പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ഒരു ലെയറും കൂടി, അതായത് അടുത്തൊരു കളർ ഡിലീറ്റ് ചെയ്യണം. അതായത് ഇവിടെ ഒരു ഗ്രേ കളർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബ്രൗൺ കളർ ഉണ്ട്, റെഡ് കളർ ഉണ്ട്, ഗ്രീൻ കളർ ഉണ്ട്, യെല്ലോ കളർ ഉണ്ട്. അപ്പോൾ ഈ കളറൊക്കെ നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ കളറും നമുക്ക് ലെയർ ബൈ ലെയർ ആയിട്ട് ആഡ് ചെയ്തതിന് ശേഷം ആ ഒരു കളറൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ സ്മൂത്ത്നെസ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമായിട്ട് വരുന്നില്ല. അപ്പോൾ അത് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഫസ്റ്റ് ലെയർ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു കളർ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ കളറിൻ്റെ ലെയർ മാത്രമേ ആഡ് ആയിട്ടു, കളർ ആഡ് ആയിട്ടില്ല. കാരണം 2 എന്നുള്ള ഒരു അക്കം ഉള്ളത് ഒരു വൈറ്റ് കളറിലാണ്. അപ്പോൾ വൈറ്റ് തന്നെയാണ് ഉള്ളത്. നമുക്ക് കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആ ഒരു ഫില്ലറിൻ്റെ ഷേപ്പിലുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ സെലക്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ടോമിൻ്റെ ഗ്രേ കളർ സെലക്ട് ചെയ്യാം. അതിനുശേഷം ടിക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഗ്രേ കളർ ഡിലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ടോളറൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം വീണ്ടും നമുക്ക് ചെയ്ത ഈ ഒരു പ്രോസസ്സ് ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ലെയർ പ്ലസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യുന്നു. 3 വന്നിട്ടുണ്ട്. അതിനുശേഷം ഫില്ലറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ജെറിയുടെ ബ്രൗൺ കളറാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ടിക്ക് കൊടുക്കാം. അപ്പോൾ ആ ഒരു കളർ പോയിട്ടുണ്ട്. ഇനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്കിവിടെ സൂമിൻ്റെ ഒരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ പിക്ചർ ഒന്ന് സൂം ആക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത കളറിലേക്ക് പോകാം. അപ്പോൾ അടുത്തൊരു ലെയർ ആഡ് ചെയ്തതിന് ശേഷം അതിന് വേണ്ടിയിട്ടുള്ള കളർ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വേറൊരു കളർ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിൽക്കാം. നമുക്ക് അത്രമാത്രം കളർ ഡിലീറ്റ് ചെയ്യണോ അത്രമാത്രം ലെയർ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിൽക്കാം.
സോ ക്രിയേറ്റേഴ്സ്, അപ്പോൾ നമ്മളിവിടെ ഏകദേശം കളറൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരത്തെ ചെയ്ത ആ സൂമിൻ്റെ ഓപ്ഷൻ ഒന്ന് ഓഫാക്കിയതിന് ശേഷം ആ ഒരു ഇമേജ് ഏകദേശം സ്ക്രീനിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വേണ്ട വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സൂമിൻ്റെ ഓപ്ഷൻ ഒന്ന് എനബിൾ ആക്കിയതിന് ശേഷം ഒന്ന് സൂം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ചില കളർ ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മുടെ ഇറേസ്ഡ് കളർ ടൂൾ ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. എന്താ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂം ഒന്ന് ഔട്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ഷേപ്പ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്തതിന് ശേഷം നമ്മളുടെ സ്ക്രീനിന് ഫിറ്റ് ആക്കുക. അതിനുശേഷം ടു ബാക്ക് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഒരു വൈറ്റ് ലെയറിനെ നമ്മുടെ ഇമേജിൻ്റെ പിൻഭാഗത്തോട്ടൊക്കെയായിട്ട് എത്തിക്കുക. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം പിടികിട്ടും, ഇപ്പോഴും ആ ഒരു കളർ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രോസസ്സിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ഇമേജ് ഒന്ന് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് എത്രമാത്രം സൂം ചെയ്യാൻ പറ്റുമോ അത്രമാത്രം സൂം ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിവിടെ ഏകദേശം സൂം ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സൂം ചെയ്ത് വെക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന പ്രോസസ്സിൽ ലെയർ എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോയതിന് ശേഷം ടിക്ക് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ രണ്ട് ഇമേജസും, അതായത് ഒരു ലെയറും ഒരു ഇമേജും രണ്ടും നമ്മൾ മെർജ് ചെയ്യാൻ പോക്കാണ്. അപ്പോൾ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും മെർജായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും മെർജായിട്ട് ഒരൊറ്റൊരു പാർട്ടായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ട വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏകദേശം കളറൊന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്ത അതേ ഒരു ടൂൾ ഒന്നും കൂടി നമ്മളിവിടെ എനബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇറേസ് കളർ എന്നുള്ളൊരു ടൂളിലേക്ക് പോയതിന് ശേഷം അതൊന്നും കൂടി എനബിൾ ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം ഒന്ന് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കളറിൻ്റെ എഫക്റ്റൊക്കെ പോയിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ബ്ലാക്ക് ഔട്ട്ലൈൻ മാത്രം നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ടിക്ക് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ആ ഒരു ചിത്രം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ ഒരു പ്രോസസ്സ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് ഒരു ഷേപ്പ് ഒന്നും കൂടി ആഡ് ചെയ്യാണ്. അതായത് ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആവശ്യമാണ്, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് PNG ഫോർമാറ്റിലും കൺവേർട്ട് ആക്കാവുന്നതാണ്. അപ്പോൾ ടിക്ക് കൊടുത്തതിന് ശേഷം അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ലെയറിന് ടു ബാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം പിൻഭാഗത്തോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇമേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു സ്റ്റെപ്പിൽ നമ്മൾ വേണ്ട വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമുക്കിനി ഇത് എക്സ്പോർട്ട് ചെയ്യാവുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഇമേജിന് നമ്മളിവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊരു കളറിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാർട്ടൂൺ ചിത്രങ്ങളുടെയൊക്കെ ഔട്ട്ലൈൻ എടുക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു ടൂൾ യൂസ്ഫുൾ ആകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലോഗോസും ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റ് ചെയ്യാനൊക്കെ ഇത്തരത്തിലുള്ള ഈ ഒരു ഓപ്ഷൻ, അതായത് ഈ ഒരു ഇറേസ് കളർ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഈ ഒരു ഇമേജ് നമുക്ക് ഇവിടെ എക്സ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ എക്സ്പോർട്ട് ഇമേജ് എന്നൊരു ഓപ്ഷനിലേക്ക് പോയതിന് ശേഷം അപ്പോൾ ഇവിടെ JPG എന്നാണുള്ളത്, നമുക്കതിനെ PNGയിലേക്ക് കൺവേർട്ട് ആക്കിയിട്ട് ഡിഫാൾട്ട് മാറ്റിയിട്ട് അൾട്രയിലേക്ക് കൊടുത്തിട്ട് സേവ് ടു ഗാലറി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്രിയേറ്റേഴ്സ്, നമ്മളിവിടെ എക്സ്പോർട്ട് ചെയ്ത ഇമേജാണ് നിങ്ങളിവിടെ കാണുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഇതിനുണ്ട്, അത്ര കണ്ട് ലോസ് ആയിട്ടില്ല. എന്തായാലും ക്വാളിറ്റി ലോസ് ആവാനുള്ളൊരു കാര്യമുണ്ട്, കാരണം നമ്മൾ എടുക്കുന്ന ഇമേജിൻ്റെ ഔട്ട്ലൈൻ പോലെ ഇരിക്കും നമ്മളുടെ ക്വാളിറ്റി. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലെ കൂടെ എല്ലാവർക്കും ഇറേസ് കളർ എന്നുള്ളൊരു ഓപ്ഷനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ കൂടുതൽ ലോഗോ ഐഡിയാസുകൾക്ക് വേണ്ടി നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും, അതുപോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കണ്ട. കൂടെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ ക്രിയേറ്റേഴ്സ്, ഇറ്റ്സ് മീ VC സൈനിങ് ഓഫ്.